മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. റോഡ് ഗതാഗത നിയമലംഘനം കണ്ടെത്താൻ റഡാർ നിരീക്ഷണം ഏർപ്പെടുത്തി ദുബായ്. അമിതവേഗം, റെഡ് സിഗ്നൽ മറികടക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ റഡാർ പരിശോധനയിലൂടെ കണ്ടെത്താനാകും. നിയമലംഘനങ്ങൾക്ക് നിയമ നടപടികൾ നേരിടണം. അറബിക്കടലിൽ കൊച്ചി തീരത്ത് കപ്പൽ ചെരിഞ്ഞ അപകടം. ജീവനക്കാരെ രക്ഷപ്പെടുത്തി. സൾഫർ ഫ്യൂവൽ ഓയിൽ നിറഞ്ഞ കണ്ടെയ്നർ കടലിൽ വീണു. ജാഗ്രത പാലിക്കണമെന്നും തീരത്തടിഞ്ഞാൽ പോലീസിൽ അറിയിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. അപകടത്തിൽപ്പെട്ടത് വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട ചരക്ക് കപ്പൽ. സംസ്ഥാനത്ത് കനത്ത മഴ. നേരത്തെ എത്തിയ കാലവർഷത്തിൽ കെടുതി രൂക്ഷം. കൊടുങ്ങല്ലൂരിൽ വഞ്ചി മറിഞ്ഞ് ഒരു മരണം. കോഴിക്കോട് കിണറിടിഞ്ഞ് തൊഴിലാളി മരിച്ചു. മലപ്പുറത്ത് 34 ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കേരള തീരത്ത് കടൽക്ഷോഭം രൂക്ഷം. നാളെ 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. UN രക്ഷാസമിതിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ. ഭീകരപ്രവർത്തനം നടത്തുന്ന പാകിസ്ഥാന് ആഗോള സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ അർഹതയില്ലെന്ന് ഇന്ത്യ. പാക് ഭീകരതയെ ലോകത്തെ അറിയിക്കാനുള്ള ഇന്ത്യൻ സംഘങ്ങളുടെ പര്യടനം തുടരുന്നു. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ തലമുറ മാറ്റം. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ, കരുൺ നായർ ടീമിൽ. സായി സുദർശൻ പുതുമുഖ താരം, ഷമി പുറത്ത്. ആദ്യം മഴയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് അടുത്ത 3 ദിവസത്തേക്ക് ജാഗ്രതാ നിർദ്ദേശം. അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് തുടരുന്നത്. നാളെ 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറക്കാനും സംസ്ഥാനത്ത് ആവശ്യമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കാലവർഷം കേരളത്തിലേക്ക് എത്തിയതോടെ മഴ ശക്തമായിരിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് തുടരുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മഴക്കെടുതികൾ മന്ത്രിതലത്തിൽ വിലയിരുത്തി. എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചതായും ആവശ്യമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 370 കേന്ദ്രങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് ടീം, സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്, എമർജൻസി വോളണ്ടിയേഴ്സ് തുടങ്ങിയവരെല്ലാം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. വേളിപ്പൊഴി മുറിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. താലൂക്കിന് 5 ലക്ഷം രൂപ ഗവൺമെൻറ്, ഒരു താലൂക്കിന് 5 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഒരു വില്ലേജിന് 25,000 രൂപ വെച്ച് അടിയന്തരമായ ചെലവഴിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാ താലൂക്കിലും ഒരു കൺട്രോൾ റൂം ഉണ്ടാവും. ആ കൺട്രോൾ റൂമിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വിവരങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകും. ഏത് നിലയിലുള്ള ഒരു വെള്ളക്കെടുതി ഉണ്ടായിരുന്നാലും അതിനെ നേരിടുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം തയ്യാറായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇടവിട്ട് പെയ്യുന്ന മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മരങ്ങൾ കടപുഴകിയും മരച്ചില്ലകൾ ഒടിഞ്ഞും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. നെയ്യാറ്റിൻകര താലൂക്കിൽ 15 കോടിയുടെ കൃഷിനാശം സംഭവിച്ചതായും ഒരു വീട് പൂർണ്ണമായും 27 വീടുകൾ ഭാഗികമായും തകർന്നതായും മന്ത്രി GR അനിൽ പറഞ്ഞു. നെയ്യാറ്റിൻകര താലൂക്കിൽ വലിയ തോതിലുള്ള കൃഷിനാശമാണ് ഉണ്ടായിട്ടുള്ളത്. 2500ഓളം കർഷകർക്ക് പ്രാഥമിക കണക്കനുസരിച്ച് തന്നെ 15 കോടിയിലധികം രൂപയുടെ നഷ്ടം ഇപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നെയ്യാറ്റിൻകര താലൂക്കിൽ ഒരു വീട് പൂർണ്ണമായി നശിച്ചു. 27 വീടുകൾ ജില്ലയിൽ ഭാഗികമായി നാശമുണ്ടായിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
മഴ ശക്തി പ്രാപിച്ചതോടൊപ്പം കള്ളക്കടൽ പ്രതിഭാസവും ശക്തമായതോടെ മധ്യകേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. നാളെയും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ കനത്ത ജാഗ്രതയാണുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിൽ ആലപ്പുഴയിൽ 2 വീടുകൾ ഭാഗികമായി തകർന്നു. മത്സ്യബന്ധനത്തിനുൾപ്പെടെ കർശന നിബന്ധനകൾ പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് മഴ കനത്തതോടെ മധ്യകേരളത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉയർന്ന തിരമാല, കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും മുനമ്പം, മറുവക്കാട് വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുണ്ട്. ഇതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഞായറാഴ്ചയും രാത്രി 8:30 വരെ 2.6 മുതൽ 3.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. അപകട മേഖലകളിൽ നിന്നും മാറി താമസിക്കുക, ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കുക, ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം എന്നീ നിർദ്ദേശങ്ങളും ജാഗ്രതയുടെ ഭാഗമായി പുറപ്പെടുവിച്ചു. മഴ കനത്തതോടെ ആലപ്പുഴ, തൃക്കുന്നപ്പുഴ, ചേലക്കാട് പ്രദേശത്തുണ്ടായ കടൽക്ഷോഭത്തിൽ തീരത്തുണ്ടായിരുന്ന വീടുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. കാട്ടാശ്ശേരിയിൽ നൌഷാദ്, സഹോദരൻ സിയാദ് എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകളുണ്ടായത്. ഒരു ശുചിമുറിയും സിറ്റൌട്ടും ഭാഗികമായി തകർന്നു. പ്രദേശത്ത് ആൾതാമസമില്ലാത്ത ഒരു വീടും തകർന്നു. ശക്തമായി വീശിയടിക്കുന്ന തിരമാലയിൽ 4ഓളം തെങ്ങുകളും കടപുഴകി. പ്രദേശത്ത് സംരക്ഷണ ഭിത്തിയോ പുലിമുട്ടോ ഇല്ലാത്തതായിരുന്നു കടലേറ്റത്തിന് കാരണമായത്. കനത്ത കാറ്റിനെ തുടർന്ന് മരം വീണ് ജില്ലയിൽ 7 വീടുകൾ തകർന്നു. കുട്ടനാട് താലൂക്കിൽ 1 വീട് പൂർണ്ണമായും, ചേർത്തല, കുട്ടനാട്, ചെങ്ങന്നൂർ താലൂക്കുകളിൽ 6 വീടുകൾ ഭാഗികമായും തകർന്നു. ആറാട്ടുപുഴയിൽ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. കാലവർഷ മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ നിരവധി വൈദ്യുതി ലൈനുകളും നിലംപൊത്തി. കോട്ടയം ജില്ലയിൽ പാലാ സെന്റ് തോമസ് കോളേജിന്റെ ലൈബ്രറി കെട്ടിടത്തിന്റെ 4ാം നിലയിൽ സ്ഥാപിച്ചിരുന്ന BSNL മൊബൈൽ ടവർ കനത്ത കാറ്റിലും മഴയിലും നിലംപതിച്ചു. ഇരുമ്പുകൊണ്ടുള്ള ടവർ ഫ്രെയിം പൂർണ്ണമായും തകർന്നു. ടവർ കെട്ടിടത്തിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരുന്ന ഭാഗം അടക്കമാണ് നിലം പൊത്തിയത്. പാലായിലും പരിസരത്തും ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ വലിയ നാശനഷ്ടമുണ്ടായി. പലയിടത്തും വീടുകളുടെ മുകളിലേക്ക് മരക്കമ്പുകൾ ഒടിഞ്ഞു വീണു. വൈദ്യുതി പോസ്റ്റുകളും കാറ്റിൽ തകർന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ. കാറ്റിലും മഴയിലും തൃശൂർ ജില്ലയിലും വ്യാപക നാശം. കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. കുന്നംകുളം, അടുപുട്ടി, ഉരുൾക്കുന്നിൽ വ്യാപക മണ്ണിടിച്ചിൽ. പ്രദേശത്ത് നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കാറ്റിനൊപ്പം എത്തിയ മഴ തൃശൂർ ജില്ലയിൽ തുടരുകയാണ്. കൊടുങ്ങല്ലൂരിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് വഞ്ചിമറിഞ്ഞ തൊഴിലാളി മരിച്ചു. പാലക്കപ്പറമ്പിൽ സന്തോഷാണ് മരിച്ചത്. മറ്റൊരു തൊഴിലാളിയെ കണ്ടെത്താനായിട്ടില്ല. വഞ്ചിയിലുണ്ടായിരുന്ന മറ്റു 2 പേർ നീന്തി രക്ഷപ്പെട്ടു. കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കുന്നംകുളം, അടുപ്പുട്ടി, ഉരുളിൻകുന്നിൽ വ്യാപക മണ്ണിടിച്ചിലുണ്ടായി. 20ഓളം വീടുകൾ കനത്ത മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. 20 അടിയോളം ഉയരത്തിൽ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മൺതിട്ട നീക്കം ചെയ്യണമെന്ന് വർഷങ്ങളായി പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. തൃശൂർ എരുമപ്പെട്ടി മേഖലയിൽ വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും വടക്കാഞ്ചേരി, കാഞ്ഞിരക്കോട്, തോട്ടുപാലം, ആലത്തൂർ, മനപ്പറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ ഓടുമേഞ്ഞ വീട് പൂർണ്ണമായും തകർന്നു. വീട്ടുകാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പുത്തൂരിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണു. അകമലയിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. അമൃത ന്യൂസ്, തൃശൂർ. കനത്ത നാശം വിതച്ച് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതേസമയം കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായ കോഴിക്കോട്, വിലങ്ങാട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ജില്ലാ ഭരണകൂടം മുൻകരുതൽ സ്വീകരിച്ചു. അപകട സൂചനയുണ്ടെങ്കിൽ ആളുകളെ ഉടൻ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. ഇതേ തുടർന്ന് ജില്ലകളിൽ നിന്ന് കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വഴിക്കടവ്, പുഞ്ചക്കൊല്ലി, അളക്കൽ നഗറിലെ മുളകൊണ്ടുള്ള ചെങ്ങാടം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ഇതോടെ 34 ആദിവാസി കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. അതേസമയം ശക്തമായ കാറ്റിൽ കോഴിക്കോട് കണ്ണാടിക്കലിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുകയും 300-ലധികം വാഴകൾ നിലംപൊത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് കോഴിക്കോട് ജില്ലാ ഭരണകൂടം മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. അപകട സൂചനയുണ്ടെങ്കിൽ ആളുകളെ ഉടൻ സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് ജില്ലാ കളക്ടറും നിർദ്ദേശം നൽകി. കോളനികളിൽ മുന്നറിയിപ്പുകൾ നൽകണമെന്നും അപായ സൈറൻ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. നാളെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.
ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. റോഡ് ഗതാഗത നിയമലംഘനം കണ്ടെത്താൻ റഡാർ നിരീക്ഷണം ഏർപ്പെടുത്തി ദുബായ്. അമിതവേഗം, റെഡ് സിഗ്നൽ മറികടക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ റഡാർ പരിശോധനയിലൂടെ കണ്ടെത്താനാകും. നിയമലംഘനങ്ങൾക്ക് പിഴയും ബ്ലാക്ക് പോയിന്റും മുതൽ വാഹനം കണ്ടുകെട്ടുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുക, അപകടങ്ങൾ ഒഴിവാക്കുക എന്നിവയുടെ ഭാഗമായാണ് ദുബായിൽ റഡാർ നിരീക്ഷണം ഏർപ്പെടുത്തുന്നത്. വേഗപരിധി നിശ്ചയിച്ചിട്ടുള്ള റോഡുകളിൽ അമിത വേഗതയിൽ വാഹനമോടിച്ചാൽ 2000 മുതൽ 3000 ദിർഹം വരെ പിഴയും ബ്ലാക്ക് പോയിന്റുകളും 60 ദിവസം വരെ വാഹനം കണ്ടുകെട്ടലും ശിക്ഷ ലഭിക്കും. റെഡ് സിഗ്നൽ മറികടന്നാൽ 1000 ദിർഹം പിഴ, 12 ബ്ലാക്ക് പോയിന്റ്സ്, 30 ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടൽ എന്നിവയാണ് ശിക്ഷ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിലാണ് റഡാറുകൾ പ്രവർത്തിക്കുന്നത്. ഹാർഡ് ഷോൾഡറിലൂടെയുള്ള വാഹനമോടിക്കൽ, ടെയിൽ ഗേറ്റിംഗ്, പെട്ടെന്നുള്ള വെട്ടിത്തിരിയൽ, ഹാർഡ് ലൈനുകൾ മറികടക്കൽ, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗം, അനുവദനീയ പരിധിയിലും കൂടുതലുള്ള ഗ്ലാസ് ടിൻഡിംഗ്, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരിക്കൽ, രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനങ്ങൾ, ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങൾ എന്നിവയൊക്കെ റഡാർ പരിശോധനയിലൂടെ കണ്ടെത്താനാകും. അമൃത ന്യൂസ്, ദുബായ്. കിങ് സൽമാൻ ഹജ്ജ് ഉംറ സിയാറത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇത്തവണ ലോകരാജ്യങ്ങളിൽ നിന്നുമുള്ള 2300 പേർക്ക് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം. 100 രാജ്യങ്ങളിൽ നിന്നുമുള്ള 1300 പേർക്കാണ് ഹജ്ജ് ചെയ്യാനുള്ള അവസരമൊരുക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നിർദ്ദേശിച്ചത്. അതോടൊപ്പം ഫലസ്തീനിൽ നിന്നുമുള്ള 1000 പേർക്കും അവസരമൊരുക്കാൻ കഴിഞ്ഞ ദിവസം രാജാവ് നിർദ്ദേശിച്ചിരുന്നു. ഹജ്ജ് ഉംറ സിയാറത്ത് പ്രോഗ്രാം വഴി ഇതിനകം ലോകത്തെ 140 രാജ്യങ്ങളിൽ നിന്നുമുള്ള 64,000-ലേറെ പേർക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ടെന്ന് ഇസ്ലാമിക കാര്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള ലത്തീഫ് ആലു ഷെയ്ഖ് പറഞ്ഞു. രാജാവിന്റെ ആതിഥേയത്വത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എല്ലാ ചിലവുകളും സൗദി ഭരണാധികാരി നിർവഹിക്കും. കുവൈറ്റിൽ ഫോൺ വഴി നടത്തുന്ന പണ ഇടപാട് തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു. ഒരു പ്രവാസിക്ക് പാസ്പോർട്ട് ഓഫീസറാണെന്നും പറഞ്ഞ് 3455 എന്ന നമ്പറിൽ നിന്നും ഫോൺ കോൾ എത്തുകയും ജനനത്തീയതി, സിവിൽ ID നമ്പർ, ഏതൊക്കെ ബാങ്കുകളിലാണ് പണമിടപാടുകൾ നടത്തുന്നത് എന്നീ കാര്യങ്ങൾ വിളിച്ചയാൾ പ്രവാസിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതിനിധിയാണെന്ന് അറിഞ്ഞപ്പോൾ പ്രവാസി വിശ്വസിക്കുകയായിരുന്നു. തുടർന്ന് വിളിച്ചയാൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രവാസിയുടെ ബാങ്ക് കാർഡിന്റെ നമ്പറുകൾ കൂടി പറയാൻ ആവശ്യപ്പെട്ടു. അതോടെയാണ് പ്രവാസിക്ക് സംശയമായത്. സഹീൽ ആപ്പ് വഴിയോ പോലീസ് മുഖേനയോ ഔദ്യോഗിക രേഖകൾ സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞ് പ്രവാസി ഫോൺ കോൾ കട്ട് ചെയ്യുകയായിരുന്നു. ബാങ്ക് വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ച പ്രവാസി ഒടുവിൽ ഭീഷണിപ്പെടുത്തുകയും 500 ദിനാർ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഇത് സംബന്ധിച്ച് സന്ദേശങ്ങളൊന്നും ലഭിക്കാതെയായതോടെയാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. കുവൈറ്റിൽ 1292 പേരുടെ കൂടി കുവൈറ്റ് പൗരത്വം റദ്ദാക്കാൻ സുപ്രീം കമ്മിറ്റി തീരുമാനം. ഇരട്ട പൗരത്വമാണ് 8 വ്യക്തികളുടെ കുവൈറ്റ് പൗരത്വം റദ്ദാക്കാൻ കാരണം. വ്യാജരേഖ ചമയ്ക്കലും വഞ്ചന എന്നിവയിലൂടെ നേടിയ പൗരത്വമാണ് റദ്ദാക്കപ്പെട്ടതിൽ ഭൂരിപക്ഷവും. നേരത്തെയും ഇത്തരത്തിലുള്ള നിരവധി പേരുടെ കുവൈറ്റ് പൗരത്വം റദ്ദാക്കിയിരുന്നു. ഒന്നാം ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അസ്ബാഹിന്റെ നേതൃത്വത്തിലുള്ള കുവൈറ്റ് പൗരത്വത്തിനായുള്ള സുപ്രീം കമ്മിറ്റിയാണ് വിശദമായ പരിശോധനകൾക്ക് ശേഷം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. തുടർന്ന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ഇവരുടെ എല്ലാ പൗരത്വവും റദ്ദാക്കും. ഇന്ത്യയിലും UAE-യിലും ഉൾപ്പെടെ ഗൾഫ് മേഖലയിലും ആരോഗ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായ ആംസ്റ്റർഡിയം ഹെൽത്ത് കെയർ നൽകുന്ന ആംസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡിന്റെ ഈ വർഷത്തെ പുരസ്കാര പ്രഖ്യാപനം ഈ മാസം 26-ന് നടക്കും. ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്ന ലോകമെങ്ങുമുള്ള നഴ്സുമാർക്ക് നൽകുന്ന ആദരവെന്ന നിലയിലാണ് ആംസ്റ്റർഡിയം ഹെൽത്ത് കെയർ എല്ലാ വർഷവും ഈ പുരസ്കാരം നൽകുന്നത്. ലോകമെങ്ങുമുള്ള ആതുര ശുശ്രൂഷ മേഖലയുടെ നട്ടെല്ലാണ് നഴ്സുമാർ. രോഗികൾക്ക് ആശ്വാസവും സാന്ത്വനവുമായി എപ്പോഴും ഒപ്പമുള്ളവർ. മഹാമാരിയുടെ കാലത്തെ പോലും നമുക്ക് അതിജീവിക്കാനായത് നഴ്സുമാരുടെ നിസ്വാർത്ഥമായ പരിശ്രമം കൊണ്ടുകൂടിയാണ്. മാലാഖമാർ എന്ന വിശേഷണം കൂടിയുള്ള നഴ്സുമാർക്ക് നൽകുന്ന ആദരവാണ് ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പന്റെ ആശയാവിഷ്കാരമാണ് 2022 മുതൽ നൽകി വരുന്ന ഈ ബഹുമതി. 199 രാജ്യങ്ങളിൽ നിന്നുള്ള 100,000-ലേറെ നഴ്സുമാരെയാണ് ഈ വർഷം അവാർഡിനായി നാമനിർദ്ദേശം ചെയ്തത്. അവരിൽ നിന്നും പ്രത്യേക ജൂറി തിരഞ്ഞെടുത്ത 10 പേരിൽ നിന്നുമാണ് ഈ വർഷത്തെ ജേതാവിനെ പ്രഖ്യാപിക്കുക. മെയ് 26-ന് ദുബായ് അറ്റ്ലാന്റിസ് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര പ്രഖ്യാപനം. UAE സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. അവസാന പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 2 നഴ്സുമാരും ഇടം നേടിയിട്ടുണ്ട്. $2.5 ലക്ഷം ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് വിജയിക്ക് ലഭിക്കുക. അമൃത ന്യൂസ്, ദുബായ്.
UK സൗദി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തി സൗദി അറേബ്യയിൽ ബ്രിട്ടൻ വീക്ക് 2025 അവതരിപ്പിച്ച ലുലു ഗ്രൂപ്പ് ഒരാഴ്ച നീളുന്ന ബ്രിട്ടൻ വീക്ക് ആഘോഷത്തിന്റെ ഭാഗമായി സൗദിയിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ പ്രീമിയം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കും പ്രദർശനത്തിനുമെത്തി. റിയാദിൽ നടന്ന ചടങ്ങിൽ സൗദിയിലെ ബ്രിട്ടീഷ് അംബാസഡർ ഹിസ് എക്സലൻസി നീൽ ക്രാപ്റ്റൺ ബ്രിട്ടൻ വീക്ക് ഉദ്ഘാടനം ചെയ്തു. സൗദി ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് ഡയറക്ടർ ഷഹീം മുഹമ്മദ്, എംബസിയിൽ നിന്നുമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്രിട്ടൻ വീക്കിലൂടെ നിരവധി പ്രമുഖ UK ബ്രാൻഡുകളുടെ 3400-ലധികം പ്രീമിയം ഉൽപ്പന്നങ്ങളാണ് ലുലു റീറ്റെയിൽ സൗദി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. മെയ് 27 വരെ നീളുന്ന പരിപാടിയിൽ ബ്രിട്ടനിൽ നിന്നുമുള്ള വൈവിധ്യമാർന്ന ഫ്രഷ് ഫ്രോസൺ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ, പലഹാരങ്ങൾ, ദൈനംദിന ഉപയോഗ സാധനങ്ങൾ, ആരോഗ്യ കേന്ദ്രീകൃത ജൈവ ഗ്ലൂട്ടൻ ഫ്രീ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ അണിനിരത്തുന്നുണ്ട്. 7 പ്രമുഖ UK ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ 40 ഉൽപ്പന്നങ്ങളാണ് ബ്രിട്ടൻ വീക്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കുവൈറ്റിൽ ജൂൺ 1 മുതൽ പകൽ 11 മുതൽ 4 മണി വരെ ഡെലിവറി ബൈക്കുകൾ വഴിയുള്ള സേവനങ്ങൾക്ക് നിരോധനം. കൊടും വേനൽ ചൂടിൽ നിന്നും ഡെലിവറി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനാണ് നടപടി. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയമാണ് പകൽ സമയങ്ങളിൽ മോട്ടോർ സൈക്കിളുകൾ വഴിയുള്ള ഡെലിവറിക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയത്. 2025 ജൂൺ 1 മുതൽ ഓഗസ്റ്റ് അവസാനം വരെ രാവിലെ 11-നും വൈകുന്നേരം 4-നും ഇടയിൽ കുവൈറ്റിലെ എല്ലാ റോഡുകളിലും പ്രദേശങ്ങളിലും നിരോധനം തുടരും. ഇനി മറ്റു വാർത്തകൾ നോക്കാം. പാകിസ്ഥാന്റെ ഭീകരത തുറന്നു കാട്ടാൻ വിവിധ സംഘങ്ങൾ പല രാജ്യങ്ങളിലേക്കും പുറപ്പെട്ടു കഴിഞ്ഞു. ശശി തരൂരിന്റെ സംഘം അമേരിക്കയിലേക്കും സുപ്രിയ സുലെ സംഘം ആഫ്രിക്കയിലേക്കും തിരിച്ചു. ഭീകരവാദത്തെ ചെറുക്കാൻ മികച്ച പിന്തുണയാണ് രാജ്യത്തിന് ലഭിക്കുന്നത്. പാക് ഭീകരത തുറന്നുകാട്ടാനും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനും 5-ാം പ്രതിനിധി സംഘം ഇന്ന് പുറപ്പെട്ടു. NCP ശരത് പവാർ ഘടകം MP സുപ്രിയ സുലെ അധ്യക്ഷയായ സംഘമാണ് പുറപ്പെട്ടത്. മുൻ വിദേശകാര്യമന്ത്രി V മുരളീധരനും സംഘത്തിലുണ്ട്. ദക്ഷിണാഫ്രിക്ക, ഖത്തർ, ഈജിപ്ത്, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തുക. ഇന്നലെ പുറപ്പെട്ട BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ബഹ്റിനിലെത്തും. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ UAE പര്യടനം പൂർത്തിയായിട്ടുണ്ട്. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് റഷ്യൻ പര്യടനം പൂർത്തിയാക്കും. ശശി തരൂർ MP നയിക്കുന്ന സംഘം അമേരിക്കയിലേക്ക് തിരിച്ചു. വിദേശത്ത് പോയി രാഷ്ട്രീയം കളിക്കാൻ താനില്ലെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായും പാർട്ടി നേതാവ് ആനന്ദ് ശർമ്മയുമായും ശശി തരൂർ MP ചർച്ച നടത്തുകയും ചെയ്തു. അതിനിടെ ഇന്ത്യക്ക് ശക്തമായ പിന്തുണയുമായി ജർമ്മനി രംഗത്തെത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ ജർമ്മൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോആൻ വഡാഫുൽ ഭീകരതയെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. തീവ്രവാദികളെയും സാധാരണക്കാരെയും ഒരുപോലെ കാണുന്ന പാകിസ്ഥാന് സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കപടമുഖവുമായി മുന്നോട്ടു പോകുന്ന പാകിസ്ഥാൻ ഭീകരവാദികളെയും സാധാരണക്കാരെയും ഒരുപോലെയാണ് കാണുന്നതെന്ന് UN-ലെ ഇന്ത്യൻ അംബാസഡർ പർവതനേനി ഹരീഷ് ചൂണ്ടിക്കാട്ടി. സാധാരണക്കാർക്ക് നേരെയുള്ള ഏതൊരാക്രമണവും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ഗുരുതര ലംഘനമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഗുരുദ്വാരകളും ക്ഷേത്രങ്ങളും തകർക്കാൻ ലക്ഷ്യമിട്ട പാകിസ്ഥാൻ അങ്ങേയറ്റം കപടതയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊച്ചി തീരത്തിനടുത്ത് വിദേശ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു. നിരവധി കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചിരിക്കുന്നത്. സൾഫർ അടങ്ങിയ മറൈൻ ഗ്യാസ് ഓയിലാണ് കണ്ടെയ്നറുകളിലെന്ന് സ്ഥിരീകരിച്ചു. കണ്ടെയ്നറുകൾ ഒഴുകിയെത്തും എന്നതിനാൽ കേരള തീരത്ത് അതീവ ജാഗ്രതയുണ്ട്. സംശയകരമായ രീതിയിൽ തീരത്ത് കാണുന്ന വസ്തുക്കൾ തുടരുതെന്നും ഉടൻ 112-ൽ വിളിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. വിഴിഞ്ഞത്തു നിന്ന് പുറപ്പെട്ട MSC എൽസ 3 എന്ന ചരക്ക് കപ്പലാണ് കൊച്ചി തീരത്തു നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ നിന്ന് കടലിലേക്ക് പതിച്ച കണ്ടെയ്നറുകളെ കുറിച്ചാണ് അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് കോസ്റ്റ് ഗാർഡ് നൽകുന്നത്. ചെറിയ തോതിൽ സൾഫർ അടങ്ങിയ മറൈൻ ഗ്യാസ് ഓയിലാണ് കാർഗോയിലുള്ളത്. ഇത് തീരത്തടിഞ്ഞാൽ പൊതുജനങ്ങൾ തുറക്കുകയോ തൊടാനോ പാടില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. കേരള തീരത്ത് എവിടെയും കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള സാധ്യതയാണുള്ളത്. വടക്കൻ കേരള തീരത്തേക്ക് ഒഴുകാനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. തീരത്ത് എണ്ണപ്പാട് കണ്ടാൽ സ്പർശിക്കരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. കേരള തീരത്ത് പൊതുവായി തന്നെ നമ്മൾക്ക് അത് വന്നെത്താനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആലപ്പുഴ മുതൽ വടക്കോട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം വരെ എങ്കിലും ഇതെത്തും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടലിലെ തിരയായതുകൊണ്ട് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് നിരന്തരം നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ
ഈ സാധ്യത പരിഗണിച്ചുകൊണ്ട് പൊതുജനങ്ങൾ ദയവായി തീരത്ത് ഇത്തരം നമ്മൾ കണ്ടിട്ടില്ലാത്ത വസ്തുക്കൾ കണ്ണിൽപ്പെട്ടാൽ അത് തൊടാതിരിക്കുക, അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക. എണ്ണയൊക്കെ പടർന്നു കിടക്കുന്നതായി കണ്ടാൽ ദയവായി അത് തൊടാതിരിക്കുക. സംശയകരമായ രീതിയിൽ എന്ത് വസ്തു കണ്ടാലും 112 എന്ന നമ്പറിൽ അറിയിക്കണം. സമീപത്തെ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിക്കാം. കർശനമായ ജാഗ്രതാ നിർദ്ദേശമാണ് തീരദേശ നിവാസികൾക്കും സഞ്ചാരികൾക്കും അധികൃതർ നൽകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ദേശീയപാതയുടെ തകർച്ച സംബന്ധിച്ച് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം കൂരിയാട് ദേശീയപാതയ്ക്കുണ്ടായ തകർച്ച അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജൂൺ ആദ്യവാരം കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുമതി തേടി. സംസ്ഥാനത്ത് ദേശീയപാതയിൽ മലപ്പുറം കൂരിയാട് പാത തകർന്ന സംഭവം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. ജൂൺ 3-4 തീയതികളിലാണ് കൂടിക്കാഴ്ചയ്ക്കായി അനുമതി തേടിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ദേശീയപാതയിൽ വിവിധയിടങ്ങളിലായി വിള്ളൽ രൂപപ്പെട്ടതും കൂരിയാട് റോഡ് തകർന്നതും ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അപാകതയും നേരിട്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായാണ് ശ്രമം. റോഡ് തകർന്നതിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതടക്കം കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തും. ജൂൺ 3-4 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിലും കേന്ദ്ര കമ്മിറ്റിയിലും പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തുമ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭ്യമാക്കാനാണ് ശ്രമം. അതേസമയം കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം റോഡ് തകർന്നിടത്ത് ഉടൻ സന്ദർശനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. നിർമ്മാണത്തിൽ അപാകതകളുണ്ടോ, പരിഹാരമാർഗം എന്തൊക്കെ എന്നിവ അടങ്ങുന്നതായിരിക്കും റിപ്പോർട്ട്. വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്ന വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറം കാളിക്കാവിൽ തോട്ടം തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ഇന്ന് കുണ്ടാട ആനത്താനം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കടുവയെ കണ്ടു. മദാരിക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലായി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിലെ ക്യാമറയിലും കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കുള്ളതാണ് ദൃശ്യം. ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ. കനത്ത മഴ പലപ്പോഴും ദൗത്യത്തിന് തടസ്സമായി. കടുവയെ കണ്ട സ്ഥലങ്ങളും പരിസരങ്ങളിലും ലൈവ് ക്യാമറകളും കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ദൗത്യം നാളെയും തുടരും. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ജനവാസ മേഖലയിൽ ദിവസങ്ങളായി പോലീസ് സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ തിരച്ചിൽ ഊർജിതമാക്കി വനം വകുപ്പ്. കഴിഞ്ഞ ദിവസം രാത്രി പുലിയെ കണ്ട സെന്റ് ജോസഫ് സ്കൂളിന് സമീപത്ത് കൂട് സ്ഥാപിക്കുമെന്ന് സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി നഗരസഭാ പരിധിയിൽ പോലീസ് സാന്നിധ്യമുണ്ട്. ഇതിനിടെയാണ് നഗരമധ്യത്തിൽ സ്കൂൾ മതിൽ ചാടിക്കടന്നു പോകുന്ന പുലിയുടെ ദൃശ്യങ്ങൾ ബസ് യാത്രികർ പകർത്തിയത്. തുടർന്ന് പുലിയെ കണ്ടെത്താനുള്ള ശ്രമം വനംവകുപ്പ് നടത്തി. RRT അംഗങ്ങളും വനം റാപ്പിഡ് റെസ്പോൺസ് ടീമും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. പ്രഭാത സവാരിക്കായി എത്തുന്നവരുടെ സുരക്ഷ കണക്കിലെടുത്ത് 7 മണിവരെ പട്രോളിംഗ് തുടർന്നു. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന് സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൂട് വെച്ച ഭാഗം കോട്ടക്കുന്ന് ഭാഗത്ത് ശാന്തിനഗർ മിസ്റ്റർ പോൾ മാത്യൂസിന്റെ ആ ഒരു വീടിന്റെ പരിസരത്താണ് നമ്മൾ കൂട് വെച്ചത്. അവിടുന്ന് വായുദൂരം നോക്കുകയാണെങ്കിൽ ഇത് ഏറെ അകലെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഒരു കൂട് നമ്മൾ കൊണ്ടുവരാൻ ഇന്ന് നമ്മൾ നടപടി എടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു കൂട് കൊണ്ടുവന്ന് അതിൽ ഒരു ജീവനുള്ള ഒരു ആടിനെ അല്ലെങ്കിൽ ജീവനുള്ള ഒരു ഇരയെ വെക്കാനാണ് നമ്മുടെ പ്ലാൻ. നഗരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾക്ക് താവളമാകാൻ കഴിയും വിധം കാട് മൂടിക്കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ വൃത്തിയാക്കാനും വനംവകുപ്പ് നിർദ്ദേശം നൽകി. കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യൂസിന്റെ വീട്ടിൽ 5 തവണയായി എത്തിയ പുലിയെ പിടികൂടാനും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ മെൽബണിലെ നവീകരിച്ച ആശ്രമത്തിന്റെയും അമൃത കഫേയുടെയും ഉദ്ഘാടനം സ്വാമി രാമകൃഷ്ണാനന്ദപുരി നിർവഹിച്ചു. പാരമ്പര്യത്തിന്റെ മഹിമയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി മെൽബണിലെ പരമ്പരാഗത സംരക്ഷകരായ ബുനൂറോങ് ജനതയെ ആദരിച്ചുകൊണ്ട് നടന്ന ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ളവർ പങ്കെടുത്തു. അമ്മ ലോകത്തിന്റെ ഏതു ഭാഗത്ത് എന്ത് പദ്ധതി ആരംഭിച്ചാലും അത് പടർന്ന് പന്തലിച്ച് നിർധനർക്കും നിരാലംബകർക്കും സമൂഹത്തിനൊട്ടാകെയും ഏറെ പ്രയോജനകരമായി മാറുമെന്ന് സ്വാമി രാമകൃഷ്ണാനന്ദപുരി ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞു. Goes on and on and on. According to a rough estimate, there are about 200,000 students from kindergarten to the PhD course in Amazon University.
ഇംഗ്ലണ്ടിനെതിരായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള 18-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗില്ലാണ് പുതിയ ടെസ്റ്റ് ക്യാപ്റ്റൻ. ഋഷഭ് പന്തിനെ വൈസ് ക്യാപ്റ്റനായും തെരഞ്ഞെടുത്തു. മലയാളി താരം കരുൺ നായരും ടീമിൽ ഇടം പിടിച്ചു. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ ഇനി യുവതാരങ്ങൾ നിരക്കും. ഒരു തലമുറ മാറ്റത്തിനാണ് പുതിയ ടീമിലൂടെ BCCI മുന്നോട്ട് വെച്ചത്. രോഹിത്തും കോഹ്ലിയും പടിയിറങ്ങിയ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇനി യുവ തുർക്കികൾ കളം നിറയും. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് 18-അംഗ ഇന്ത്യൻ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. ടെസ്റ്റ് നായകന്റെ പദവി ഇനി ശുഭ്മാൻ ഗില്ലിനൊപ്പമാണ്. 25-ാം വയസ്സിലാണ് ഗില്ലിനെ തേടി ഇന്ത്യയുടെ നായകസ്ഥാനം എത്തുന്നത്. വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനുമായ ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം കരുൺ നായരും ദേശീയ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. രഞ്ജി ട്രോഫിയിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് കരുൺ ടീമിലെത്തിയത്. IPL സീസണിൽ മിന്നും ഫോമിലാണ് സായി സുദർശനും ടീമിൽ ഇടം പിടിച്ചത്. സീനിയർ താരം ജസ്പ്രീത് ബുംറ ടീമിന്റെ ഭാഗമാണെങ്കിലും നേതൃനിരയിലുണ്ടാകില്ല. അതേസമയം പേസർ മുഹമ്മദ് ഷമിയെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല. ജോലിഭാരം കണക്കിലെടുത്താണ് വിശ്രമം നൽകിയത്. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, അഭിമന്യു ഈശ്വർ, നിതീഷ് കുമാർ റെഡ്ഡി, രവീന്ദ്ര ജഡേജ, ധ്രുവ് ജുറൈൽ, വാഷിംഗ്ടൺ സുന്ദർ, ഷാർദുൽ ഠാക്കൂർ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ആകാശ് ദീപ്, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ് എന്നിവരാണ് ടീമിലുള്ള മറ്റു താരങ്ങൾ. ജൂൺ, ഓഗസ്റ്റ് മാസങ്ങളിലായി 5 ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയാണ് ഇംഗ്ലണ്ടിൽ നടക്കുക. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.